ആലപ്പാട് നമുക്കറിയാവുന്നതുപോലെ അത് കരിമണൽ ഖനനം നടക്കുന്നൊരു പ്രദേശമാണ്. ഈ കരിമണൽ ഖനനം നടക്കുന്ന ഈ പ്രദേശത്തെ രക്ഷിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാക്കിയ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒട്ടുമിക്ക മലയാളികൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. പ്രളയകാലത്ത് കേരളത്തെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ തീരദേശവാസികളെ രക്ഷിക്കാൻ വേണ്ടി കേരളം കൈകോർക്കുക എന്നായിരുന്നു ആ വിദ്യാർത്ഥിനിയുടെ ആവശ്യം. ആ വീഡിയോയിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യം അതായിരുന്നു. ആ വീഡിയോ വളരെയധികം വൈറലായി. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്ത് പോസ്റ്റിനടിയിലും ആലപ്പാടിന് വേണ്ടിയുള്ള ഒരു ഹാഷ്ടാഗോടുകൂടി ഒരു കമൻറ്റോ അല്ലെങ്കിൽ ആ ഹാഷ്ടാഗോടുകൂടി ഒരു പോസ്റ്റോ നമുക്ക് ഫേസ്ബുക്കിൽ എവിടെയും കാണാൻ കഴിയും. അത്രമാത്രം ആലപ്പാട് ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഈ ഹാഷ്ടാഗ് പ്രചാരണം നടക്കുന്നത്? എന്താണ് ഈ പ്രചാരണത്തിന് പിന്നിൽ ഉദ്ദേശം? എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ ആലപ്പാട് എന്ന വിഷയം ഉയർന്നു വന്നത്? കാരണം അവിടെ കരിമണൽ ഖനനം തുടങ്ങിയിട്ട് ഏതാണ്ട് 6 പതിറ്റാണ്ടോളമായി. ഈ കരിമണൽ ഖനനത്തിനെതിരായ പ്രക്ഷോഭം അവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 15-20 വർഷമാവാൻ പോകുന്നു. എന്നിട്ടും വളരെ പെട്ടെന്ന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയം ഉയർന്നു വരുന്നത്? എന്താണ് ആലപ്പാട്ടെ അവസ്ഥ എന്ന് ന്യൂസ് തിയേറ്റർ അവിടെ ചെന്ന് പരിശോധിക്കുകയുണ്ടായി. ആദ്യം ഈ കാവ്യ എന്ന പേരുള്ള വിദ്യാർത്ഥിനിയുടെ പ്രതികരണമാണ് നാം എടുത്തത്. വിദ്യാർത്ഥിനിയുടെ പ്രതികരണത്തിലേക്ക്. പ്രധാനമായിട്ട് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്തത് കൂടുതലും സോഷ്യൽ മീഡിയാസാണ്. അതിലൂടെയാണ് മാധ്യമങ്ങളിലേക്ക് എത്തുന്നത്, ഇങ്ങനൊരു പ്രശ്നം ലോകം അറിയുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയോ എത്തിയപ്പോഴെങ്കിലും ഇത് ആളുകൾ തിരിച്ചറിഞ്ഞല്ലോ, ഇതിൻ്റെ കുറച്ച് പേരെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. ഇപ്പോഴും അറിയാത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ അധികാരികൾ തന്നെയാണ് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കാത്തത് അവർ തന്നെയാണ്. ബാക്കി നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം ജനതയും ഞങ്ങളെ സപ്പോർട്ടായിട്ട് ഞങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ആലപ്പാട്ടെ യുവാക്കളാണോ ഈ പുതിയ രീതിയിലേക്ക് ഈ സമരം മാറ്റിയതിന് പിന്നിൽ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമരത്തിന് പിന്തുണ ഏറ്റവും കൂടുതൽ ഇപ്പം നൽകുന്നത് നമ്മുടെ യങ് ജനറേഷനിലുള്ളവരാണ്. യുവതലമുറയല്ലേ ഉണർന്ന് മുന്നോട്ട് വരേണ്ടത്. അങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് പോലും ഇതിനേക്കാൾ തലമൂത്തിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ഇപ്പോഴും മനസ്സിലാക്കാനോ അതിനൊരു പരിഹാരം പറയാനോ ശ്രമിക്കുന്നു പോലുമില്ല. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം? നിരാഹാരം ഇവിടെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഇപ്പോൾ 100 ദിവസം ഞങ്ങൾ പിന്നിടാൻ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് ചെലുത്തുന്നില്ലെങ്കിൽ പുതിയ നടപടികൾ സ്വീകരിക്കും. ഈ IR തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സമീപനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ? എനിക്കിതൊരു ഭീഷണിയൊന്നും വന്നിട്ടില്ല. ബട്ട് ഇവിടെയുള്ള ബാക്കി പലർക്കും പല രീതിയിലുള്ള ഭീഷണികളാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറകിന് പോയാൽ അത് ശരിയാവില്ല, അങ്ങനെയുള്ള ഭീഷണികൾ വന്നിട്ടുണ്ട്. എനിക്കിതുവരെ ഒരു കോണ്ടാക്ട് അങ്ങനെ സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനത്തെ മൈനിങ്, ഒരു നാട് നശിക്കാൻ പോകുന്നു. ഇത് ഇത്രയും ഉണ്ടായിട്ട് ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് പോലും നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നു, ഒരു നാട് നശിക്കാൻ പോകുന്നു. എന്നിട്ടും കണ്ണ് തുറക്കാത്ത കുറേ ഭരണാധികാരികൾ. ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഭരിക്കേണ്ടത്? ഇതിപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഭരിക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭരണം. എന്തിനാണ് ഇങ്ങനൊരു ഭരണം? ഇതാണ് കാവ്യയ്ക്ക് ന്യൂസ് തിയേറ്ററിനോട് പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി ബിനിൽ സാബു ഇന്ന് ആലപ്പാട് പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി അവിടെ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ബിനിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകും. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന 2 വാക്കുകളാണ് സ്റ്റോപ്പ് മൈനിങ്, സേവ് ആലപ്പാട്. ആലപ്പാട് എന്ന തീരപ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കൊല്ലം ജില്ലയുടെ ഏറ്റവും കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ഒരു തീരപ്രദേശമാണ് ആലപ്പാട്. ആലപ്പാടിൻ്റെ ഒരു പ്രത്യേകത, കായലിനും കടലിനും ഇടയ്ക്കുള്ളൊരു ഗ്രാമമാണ് ആലപ്പാട്. ഈ ആലപ്പാട് ഇപ്പോൾ കരിമണൽ ഖനനം നടക്കുന്നുണ്ട്. IR എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇവിടെ ഖനനം നടത്തുന്നത്. ഈ സ്ഥാപനം ഈ വൻതോതിൽ ഇവിടെ നിന്നും കരിമണൽ ഖനനം ചെയ്തെടുത്ത് അത് സംസ്കരിച്ച് മാറ്റുന്ന ഒരു സ്ഥാപനമാണ് IR. അത് വ്യാപകമായി ഇവിടെ ഖനനം നടത്തുകയാണ്. ആ ഖനനത്തിനെതിരെയാണ് ഈ നാട്ടുകാർ ഇപ്പോൾ വലിയൊരു സമരം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇത് 1965 ഈ ഖനനം ആരംഭിക്കുന്നതും ഇപ്പോൾ 55 വർഷത്തോളമായി ഈ ഖനനം തുടരുകയുമാണ്. പല ഘട്ടങ്ങളിലും വലിയ സമരങ്ങളൊക്കെ നടന്നെങ്കിലും ഇപ്പോൾ ഇതൊരു 71ാം ദിവസത്തിലേക്ക് ഈ സമരം, അതായത് യുവാക്കൾ, പുതിയ തലമുറ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. ആ സമരം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ മീഡിയ വൺ തന്നെ ഈ സമരത്തിനെ കുറിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട്, ഈ മൈനിങ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാവ്യ എന്നൊരു 12ാം ക്ലാസ് വിദ്യാർത്ഥിനി ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അത് നമ്മളും മീഡിയ വണ്ണും ആ വാർത്ത ചെയ്തിരുന്നു. അതും പിന്നീട് വൈറലാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും വലിയ രീതിയിലൊരു ക്യാമ്പയിനിങ്, അതായത് ഇവിടുത്തെ മൈനിങ് ഖനനം അവസാനിപ്പിക്കുക എന്നൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് 55 വർഷമായി മൈനിങ് നടക്കുകയാണ്. ഇപ്പോൾ അത് കൂടുതൽ ഈ സമരം വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം,
ഈ യുവതലമുറ, ഇന്നത്തെ തലമുറ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നതാണ്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വ്യാപകമായി ഈ സമരത്തെ ഇവർ പുറം ലോകത്തേക്ക് എത്തിക്കുകയാണ്. ആദ്യമായി ഈ സമരം നോട്ട് ചെയ്യുന്നത്, ശ്രദ്ധയിൽ വരുന്നത് ഈ കൊല്ലത്തെ ട്രോൾ പേജുകളിലൂടെയാണ്. ട്രോൾ പേജുകളെല്ലാം തന്നെ ഈ മൈനിങ് ശ്രദ്ധിക്കുന്ന രീതിയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല, മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന രീതിയിലുള്ള ട്രോളുകൾ സജീവമായി വന്നു തുടങ്ങി. അതിനുശേഷമാണ് നമുക്ക് തന്നെ മീഡിയ വണ്ണിന് തന്നെ പല ആളുകളും വിളിച്ച് നമ്മളോട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. അതിനെ തുടർന്നാണ് പിന്നീട് നമ്മളും ഇവിടേക്ക് വരികയും ആ വാർത്ത ചെയ്യുകയും ചെയ്തത്. യുവാക്കൾ ഏറ്റെടുത്തത് തന്നെയാണ് ഈ സമരം വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തിപ്പെടാനൊരു സാഹചര്യം ഉണ്ടായത്. അത് ഇപ്പോൾ സിനിമാ നടന്മാർ, അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ആലപ്പാട്ടെ സമരപന്തലിലേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നൊരു പ്രശ്നം, പണ്ട് അതായത് ലിക്തോ മാപ്പ് പ്രകാരം 89.5 ചതുരശ്ര കിലോമീറ്റർ ഇവിടെ ഉണ്ടായിരുന്നു ഈ തീരപ്രദേശം. അതായത് കായലിനും കടലിനും ഇടയ്ക്കുള്ള ഈ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഖനനം ചെയ്ത് ഇപ്പോൾ അത് 8 ചതുരശ്ര കിലോമീറ്ററിൽ ആ ഒരു കണക്കിൽ മാത്രമാണ് ലിക്തോ മാപ്പിൽ ഇപ്പോൾ കാണിക്കുന്നത്. അതായത് കടൽ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഖനനം നടത്തുമ്പോൾ തന്നെ, അശാസ്ത്രീയമായി ഖനനം നടക്കുമ്പോൾ തന്നെ ഇവിടെ കര എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇവർ പറയുന്നത്, അതായത് ഈ ഖനനം ചെയ്യുന്ന കരിമണൽ എടുത്ത ശേഷം ഉണ്ടാകുന്ന ഗർത്തങ്ങളിൽ മറ്റു മണലുകൾ നിക്ഷേപിച്ച്, മറ്റ് മണ്ണുകൾ നിക്ഷേപിച്ച് അത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നൊരു ചട്ടം നിലവിലുണ്ട്. പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് വരുന്നു. ആ ഖനനം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഗർത്തം അതേപോലെ നിൽക്കുമ്പോൾ തന്നെ മറ്റിടങ്ങളിലെ കര പൂർണ്ണമായും എടുത്തു പോകുന്നു. അങ്ങനെ എടുത്തുപോയി ഏകദേശം കായലിനും കരയ്ക്കും ഇടയിൽ, അതായത് 8 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന ഈ സ്ഥലം, ഇത് പൂർണ്ണമായും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന 8 കിലോമീറ്റർ ആയിരുന്നു, ഏറ്റവും ചുരുങ്ങിയത് 3 കിലോമീറ്റർ ആയിരുന്നു ഈ കായലിനും കരയ്ക്കും ഇടയ്ക്കുണ്ടായിരുന്ന തീരപ്രദേശം. അത് ഇപ്പോൾ ചുരുങ്ങി ഏറ്റവും കൂടുതലുള്ളത് 700 മീറ്ററാണ്, ഏറ്റവും കുറഞ്ഞത് 10 മീറ്ററായും ചുരുങ്ങി. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഖനനം തുടരുന്നതോടുകൂടി തന്നെ ഈ കര വീണ്ടും ഇല്ലാതാകുന്നു. ഭൂപടത്തിൽ നിന്ന് തന്നെ ആലപ്പാട് എന്ന ഗ്രാമം മായ്ക്കപ്പെടുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖനനം അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഏതായാലും വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് ഈ സോഷ്യൽ മീഡിയ വഴി ഇത് വ്യാപകമായി വൈറലായതോടുകൂടി തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം കൂടുതൽ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും യുവാക്കൾ ഏറ്റെടുത്തത് തന്നെയാണ് ഈ സമരം ഇത്രയും വൈറലാവാൻ കാരണം. സോഷ്യൽ മീഡിയ വ്യാപകമായി അതിനെ ഉപയോഗിച്ചു. ആ പോസിറ്റീവായ രീതിയിൽ, പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയ യുവാക്കൾ ഉപയോഗിക്കുന്നതെന്ന്. സമാനമായ രീതിയിൽ ആലപ്പാടിനെ രക്ഷിക്കാൻ വേണ്ടിയും ആലപ്പാട് ഗ്രാമം ഭൂപടത്തിൽ മാത്രം ഒതുങ്ങി പോകാതിരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ് ആണ് യുവാക്കൾ നടത്തുന്നത്. ആ ക്യാമ്പയിനിങ് തന്നെയാണ് ഇവർ ഈ സമരം ഇത്രയും വലിയ രീതിയിൽ വലിയ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകാൻ കാരണവും ആ യുവാക്കൾ ഏറ്റെടുത്തതാണ്. ആലപ്പാട് സംബന്ധിച്ച ബിനിൽ സാബുവിൻ്റെ റിപ്പോർട്ട് നാം കണ്ടു. ആലപ്പാട് സംബന്ധിച്ച് കുറെ കൂടി വിശദമായ പ്രതികരണങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും ആദ്യം നാം സമരസമിതിക്കാരുടെ വിശദീകരണം തേടി അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ആലപ്പാട്ടെ മണൽ ഖനനത്തിൻ്റെ അവർ സമരരംഗത്ത് വന്നത് എന്തിനാണ്, ഇപ്പോൾ ഈ സമരം ഊർജിതമാവാനുള്ള കാരണം എന്താണ് എന്ന് നാം തിരക്കി അവരുടെ പ്രതികരണത്തിലേക്ക്. കേരളത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവം എവിടെയാണ് ഇത്തരം പുലിമുട്ടുകൾ കൊണ്ട് കടലാക്രമണം തടഞ്ഞത്? അത് ജനങ്ങളെ കബളിപ്പിക്കാൻ, യഥാർത്ഥത്തിൽ അവിടെ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നത് ഈ മണൽ വീണ്ടും യുടെ ഖനന മേഖലയിലേക്ക് മണൽ അടിഞ്ഞു വരുന്നതിന് കടലിൽ ഒരു തടസ്സമുണ്ടാക്കുന്നു എന്നതാണ് ഈ പുലിമുട്ട്. അതിനപ്പുറത്ത് ഇത് ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഗവൺമെൻറ്, ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ നേരിട്ട് നിന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇവിടുത്തെ തൊഴിലെന്ന് പറയുന്ന മത്സ്യബന്ധനമാണ്. 90% ആളുകളും മത്സ്യബന്ധനക്കാരാണ്. ആ മത്സ്യബന്ധനം എന്ന് പറയുന്ന ആധുനിക രീതിയിലുള്ള മത്സ്യബന്ധനം ഇപ്പോഴാണ് വന്നത്. പണ്ട് പരമ്പരാഗതമായ രീതിയിലുള്ള മത്സ്യബന്ധനമാണ്. അപ്പോൾ ഈ ഖനനം വന്ന് ഈ ബീച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തീരത്തെ സംരക്ഷിക്കാനെന്നുള്ള രീതിയിൽ ഈ സീവാൾ നിർമ്മിച്ചു. സീവാൾ നിർമ്മിച്ച് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ബീച്ച് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ബീച്ച് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന മത്സ്യബന്ധന ഉപകരണങ്ങളൊന്നും ബീച്ചിൽ വെച്ച് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്. ഇന്നത്തെ മത്സ്യബന്ധന രീതിയിലേക്ക് ഞങ്ങൾ പോകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഒരു പരിധിവരെ ഈ ബീച്ച് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം കിട്ടിക്കൊണ്ടിരുന്ന തെങ്ങെല്ലാം നഷ്ടപ്പെട്ടു. ഇന്നെന്ന് പറയുന്നത് ഈ തെങ്ങും ചീലാന്തിയുമല്ല, ചീലാന്തി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്, അതുമല്ലാതെ മറ്റൊന്നും ഈ ഭൂമിയിൽ ഇന്ന് കിളിർക്കത്തില്ല. കാരണമെന്ന് പറയുന്നത് ഉപരിപ്രദേശം കടലിനോട് ചേർന്ന് പോയി, ഈ ഭൂമി കടലിനോട് ചേർന്ന് പോയി. ഇതിൽ വരുന്ന ഒരു വൻ ദുരന്തം ഞങ്ങൾക്ക് സമൂഹത്തോട് വിളിച്ചു പറയാനുള്ളത്, ഒരു വൻ ദുരന്തം കാത്തിരിക്കുന്നു, നമ്മളെ കാത്തിരിക്കുന്നു, അത് കേരളത്തെ കാത്തിരിക്കുന്നു. മന്ത്രി പറയുന്നത് ഇവിടെ പുലിമുട്ട് നിർമ്മിക്കുക. പുലിമുട്ടിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വൻ പദ്ധതിയാണ് വിഴിഞ്ഞത്തുള്ളത്. വിഴിഞ്ഞത്തെ ആ പദ്ധതി വന്നപ്പോഴത്തേക്ക് നമ്മുടെ എയർപോർട്ട് വരെ കടലാക്രമണത്തിൻ്റെ ഭീഷണിയിലാണ്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് ഇവർ ഇത്തരം
നടപടികളിൽ അല്ലെങ്കിൽ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. ഇതറിയുന്ന ആളുകൾ എന്ന് പറയുന്ന തീരത്ത് കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. ഞങ്ങൾക്കറിയാം ഒരു തിര വന്ന ആ തിരയുടെ വ്യാസം എത്രയാണ്, അതിലെത്ര ഘനമീറ്റർ വെള്ളമുണ്ട്, അതിന് എത്ര ശക്തിയുണ്ട്, അത് തിരിച്ചു വലിക്കുമ്പോൾ എത്രത്തോളം ശക്തിയിലാണ് തിരിച്ചു വലിക്കുന്നത്, ഇതൊക്കെ അറിയുന്നത് ഞങ്ങൾക്കാണ്. ഇവർക്ക് തിയറിക്കലായിട്ടേ അറിയുള്ളൂ. ഇത് പ്രാക്ടിക്കലായിട്ട് കടലിൽ കടന്ന് കടലുമായിട്ട് മല്ലടിച്ച് ജീവിച്ചവരാണ് ഇവിടെ കിടക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. കാരണം 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഈ പ്രദേശം ഖനനം മൂലം 7.6 ചതുരശ്ര കിലോമീറ്ററായിട്ട് ഇപ്പോൾ ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പം IRE KMML എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 60 വർഷത്തോളമായി ഈ പ്രദേശത്ത് നിർബാധം ഖനനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഖനന ഫലമായിട്ട് നമ്മുടെ തീരശോഷണം കാലാനുക്രമമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല ഖനനം മൂലം ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കടലിൻ്റെ തന്നെ സന്തുലിതാവസ്ഥയെ അത് വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലാണ് മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഖല. ആ മേഖലയിൽ ഇപ്പം പരമ്പരാഗതമായി നമ്മൾ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന മത്സ്യബന്ധന രീതികൾക്ക് ഒരുപാട് ദോഷം സംഭവിച്ചിട്ടുണ്ട്, മത്സ്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് അവർക്ക് പറയാനുള്ളത്. അതായത് 70 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തീർണം ഉണ്ടായിരുന്ന ഒരു പ്രദേശം കേവലം 7 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി എന്നവർ പറയുമ്പോൾ അവരുടെ ആരോപണം ശരിയാണോ എന്നെങ്കിലും പരിശോധിക്കാൻ ഭരണകൂടം തയ്യാറാവേണ്ടതാണ്. കാരണം ഒരു പ്രദേശം മുഴുവൻ കടലെടുത്ത് പോകുന്നത് എന്തായാലും കണ്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം ആ പ്രദേശവാസികൾക്ക് ഉണ്ടാവാൻ പാടില്ലല്ലോ. എന്തായാലും എന്തിനാണ് ഈ കരിമണൽ ഖനനം ചെയ്യുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചില വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ആദ്യം നാം പരിശോധിക്കുന്നത്. എന്താണ് കരിമണൽ? കരിമണൽ എന്തിനു വേണ്ടിയാണ് ഖനനം ചെയ്യുന്നത്? മോണോസൈറ്റ്, ഇൽമനൈറ്റ്, ഗാർനൈറ്റ്, റൂട്ടൈൽ, ലൂക്കോസിൻ, സിലിമനൈറ്റ്, സിർക്കോൺ തുടങ്ങിയ മൂലകങ്ങൾ, ചില ധാതുക്കൾ, അത് ഖനനം ചെയ്യാനാണ് ഈ കരിമണൽ ഖനനം ചെയ്യുന്നത്. ഇത്തരം അപൂർവമായ മൂലകങ്ങളാണ്. നോക്കൂ, സിർക്കോൺ എന്ന് പറയുന്നതിൻ്റെ രാസവാക്യം ഇവിടെ കാണാം. ആ രാസവാക്യം അതിൽ നിന്ന് സിർക്കോണിയം എന്ന മൂലകമാണ്, ധാതുവാണ് വേർതിരിച്ചെടുക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് സാനിറ്ററി വസ്തുക്കൾ, ടൈല്, കളിമൺ പാത്രങ്ങൾ, ലോഹ വെൽഡിംഗ്, സീലുകൾ, സ്പെയർ പാർട്സുകൾ എന്നിവയിലാണ് അത് ഉപയോഗിക്കുന്നത്. വലിയ വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു മൂലകമാണ് സിർക്കോൺ. ഇനി മറ്റൊന്ന് മോണോസൈറ്റ് ആണ്. ഈ കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മറ്റൊരു മൂലകം ധാതു മോണോസൈറ്റ് ആണ്. അത് 17 അപൂർവ മൂലകങ്ങളായ 17 മൂലകങ്ങൾ, അത് വിലയേറിയ മൂലകങ്ങളാണ്. അതുൾപ്പെടെ മറ്റൊന്ന് റേഡിയോ ആക്റ്റീവ് തോറിയം, അത് തോറിയം, അത് ആണവ വസ്തുവായ ആണവ ശേഷിയുള്ള തോറിയം ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. മറ്റൊന്ന് സിലിമിനൈറ്റ് ആണ്. സിലിമിനൈറ്റിൻ്റെ രാസനാമം നിങ്ങൾക്ക് അതിൽ കാണാം. അതിൽ നിന്ന് അലൂമിന വേർതിരിച്ചെടുക്കുന്നു. അത് അലൂമിനിയം നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് ചില അപൂർവ ധാതുക്കൾ കൂടി കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്നാണ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തെക്കുറിച്ച് നാം പറയുകയാണെങ്കിൽ ടൈറ്റാനിയം വലിയ പ്രാധാന്യമുള്ള ഒരു മൂലകമാണ്. ഇത് ഇൽമനൈറ്റ്, റൂട്ടൈൽ, ലൂക്കോസിൻ എന്നിവയിൽ നിന്ന് ടൈറ്റാനിയം വേർതിരിച്ചെടുക്കുന്നു. ഇൽമനൈറ്റ്, റൂട്ടൈൽ, ലൂക്കോസിൻ എന്നിവയിൽ നിന്ന് ടൈറ്റാനിയം. ഉപഗ്രഹ പേടകങ്ങൾ, അതുപോലെ അന്തർവാഹിനി, വിമാനം, മിസൈൽ, പേസ് മേക്കർ, ബുള്ളറ്റ് പ്രൂഫ്, ഗാർനറ്റ് ടൈൽ, പോളിഷിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ പെയിന്റ് നിർമ്മാണത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്ന ഒന്നാണ് ടൈറ്റാനിയം. ലോകത്തെ ഏറ്റവും മികച്ച കരിമണൽ ഉള്ളത് കേരള തീരത്താണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 60%-ലേറെ ഈ കരിമണലിൽ 60%-ലേറെയാണ് ടൈറ്റാനിയത്തിൻ്റെ സാന്ദ്രത. ഈ കരിമണൽ നിക്ഷേപം എത്രയാണെന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു സ്വർണ്ണ നിക്ഷേപമാണ്. കേരളത്തിൻ്റെ പെട്രോളാണ് ഈ കരിമണൽ എന്ന് പലപ്പോഴും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പറയാറുണ്ട്. 800 ലക്ഷം ടൺ ഇൽമനൈറ്റ് അടങ്ങിയ 1270 ലക്ഷം ടൺ ഖനധാതുക്കൾ ഈ പറയുന്ന കേരള തീരത്തുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നീണ്ടകര മുതൽ കൊല്ലം ജില്ലയിലെ നീണ്ടകര മുതൽ ആലപ്പുഴയിലെ തോട്ടപ്പള്ളി വരെയുള്ള 42 കിലോമീറ്റർ മേഖലയിലാണ് ഈ പറയുന്ന കരിമണൽ സർവേ ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഖനനം നടക്കുന്നത് നീണ്ടകര മുതൽ കായംകുളം പൊഴി വരെയുള്ള 22 കിലോമീറ്ററിലാണ്. നീണ്ടകര മുതൽ കായംകുളം പൊഴി വരെയുള്ള കൊല്ലം ജില്ലയിലെ 22 കിലോമീറ്ററിലാണ് ഇപ്പോൾ ഖനനം നടക്കുന്നത്. ഈ ഖനനം നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതായത് ഇന്ത്യൻ റെയർ എർത്ത് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം, മറ്റൊന്ന് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന ചാവറയിലുള്ള ഒരു സ്ഥാപനം. ഇത് രണ്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ 2 സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഖനനം നടത്തുന്നത്. 60 വർഷമായി ഈ തീരത്ത് ഖനനം നടക്കുകയാണ്. അതോടെ നഷ്ടമായത് 77,000 ഹെക്ടർ ഭൂമിയാണ് എന്ന് സമരക്കാർ ആരോപിക്കുന്നു. 77,000 ഹെക്ടർ ഭൂമി അത് ഈ ഖനനം മൂലം നഷ്ടമായിട്ടുണ്ട്. ആലപ്പാട് പഞ്ചായത്ത് 1955-ൽ നാം മുമ്പ് ഉപഗ്രഹ ചിത്രങ്ങൾ കണ്ടതാണ്. 1955-ൽ 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ 60 വർഷം കൊണ്ട്
7.6 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു എന്നുള്ളത് ഈ ഖനനത്തിൻ്റെ ഒരു ഗൗരവം വിളിച്ചോതുന്ന ഒരു സംഗതിയാണ്. ഇനി ഈ ആലപ്പാട് പ്രദേശത്തെ വെള്ളനാംതുരുത്ത് എന്ന പ്രദേശത്ത് കടലും കായലും തമ്മിലുള്ള വ്യത്യാസം കേവലം 20 മീറ്റർ മാത്രമാണ്. കടലും കായലും തമ്മിലുള്ള വ്യത്യാസം 20 മീറ്റർ ആകും വിധം അവിടെ ഖനനം നടന്നിരിക്കുന്നു. അതായത് കടലും കായലും ഒന്നു ചേരാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം. ഇനി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടാതെ ചില സ്വകാര്യ കമ്പനികൾ ഈ പറയുന്ന ധാതുക്കൾ ഉപയോഗിച്ച് വ്യവസായം, ഈ ധാതുക്കൾ അസംസ്കൃത വസ്തുക്കളായി വ്യവസായം നടത്തുന്ന ചില സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നാണ് സാങ്ധര കെമിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന തൂത്തുക്കുടിയിലെ സ്ഥാപനം. മറ്റൊന്ന് ആലുവയിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന CMRL എന്ന് പറയുന്ന ഒരു കമ്പനി. ഈ 2 കമ്പനികൾക്ക് പക്ഷേ ഇവിടെ ഖനനം നടത്താനുള്ള അനുമതിയില്ല. പക്ഷേ ഈ 2 കമ്പനികൾക്കും വേണ്ടി ഈ പറയുന്ന തീരമേഖലയിൽ നിന്ന് ധാരാളം കരിമണൽ മോഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന ആരോപണം ഉയർത്തുന്നുണ്ട്. ഒന്ന് തമിഴ്നാട്ടിലേക്ക് അത് മോഷ്ടിക്കപ്പെടുന്നു, മറ്റൊന്ന് ഈ കേരളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ കമ്പനിക്ക് വേണ്ടിയും ഈ കരിമണൽ മോഷ്ടിക്കപ്പെടുന്നുണ്ട്. അനധികൃത ഖനനം ഇവിടെ നടക്കുന്നുണ്ട് എന്നും പറയുന്നു. എന്തായാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ ഖനനത്തിനെതിരെ ഏതാണ്ട് ഒരു 15 വർഷത്തോളമായി അവിടെ സമരം നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഖനനത്തിൻ്റെ വ്യാപ്തി ആറാട്ടുപുഴ തീരത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തെ തുടർന്ന് വലിയ പ്രക്ഷോഭം ആലപ്പുഴയിൽ ഉയർന്നു വന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഖനനം തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഖനനമുള്ളത്. എന്തായാലും കൊല്ലം ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ ഈ പൊടുന്നനെ ഈ പറയുന്ന പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടുള്ളത്. ഈ പ്രക്ഷോഭത്തിനെതിരെ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നുണ്ട്. കാരണം 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ തീരത്ത് ഖനനം നടത്തുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 2 സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നൊരു വാദമാണ് പ്രധാനമായും ഉയർത്തുന്നത്. ആ വാദം ഉയർത്തുന്നത് ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഈ സമരം വളരെ ജെന്വിനാണെന്നും ആത്മാർത്ഥമായെന്നും വളരെ സുതാര്യമാണെന്നും മറ്റു ദുരുദ്ദേശങ്ങൾ കൂടിയല്ല എന്നുള്ളതും അവിടെ സന്ദർശിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സമരത്തെ മറ്റൊരു ചിത്രം നൽകിക്കൊണ്ട്, മറ്റൊരു വിശദീകരണം നൽകിക്കൊണ്ട് അതിനെ ടാർണിഷ് ചെയ്യാൻ, അതിനെ ഇരുട്ടത്ത് നിർത്താനാണ് ചില കേന്ദ്രങ്ങളും ശ്രമിക്കുന്നത്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ള ആലപ്പാട്ടെ ഈ ഖനന പ്രശ്നം, ഈ പ്രശ്നത്തിന് പേരെ കണ്ണടച്ചിരിക്കാൻ ഇനി ഭരണാധികാരികൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം വ്യാപ്തിയോടെ കേരള സമൂഹത്തിൽ ഈ ക്യാമ്പയിൻ ഇപ്പോൾ തുടരുകയാണ്.